ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ, അനശ്വര രാജൻ, മഞ്ജു പിള്ളൈ, പിന്നെ ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഡിജോ ജോസ് ആന്റണിയുടെ നേരത്തെയുള്ള പടങ്ങൾ ക്വീൻ, പിന്നെ ജനഗണമന, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. രണ്ടും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനൊരു കമ്പാരിസൺ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ജനഗണമനയുടെ കുറച്ച് സീൻസ് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പടം പോലെ തോന്നിയിട്ടുണ്ട്. ഇതും രാഷ്ട്രീയ സിനിമയായിട്ട് പറയാം. രാഷ്ട്രീയ സിനിമയാണ്. രാഷ്ട്രീയത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും കഥ പറയുന്ന ഒരു സിനിമയാണ്. പ്രശ്നമെന്ന് വെച്ചാൽ ഈ മതസൗഹാർദ്ദവും ഈ രാഷ്ട്രീയവും ഒട്ടും കൺവിൻസിങ് അല്ല എന്നുള്ളതാണ്. കേരളത്തെ പോലെ സംസ്ഥാനത്തിൽ എങ്ങനത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ഇങ്ങനൊരു പടം ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോയി. ഇനി ഇങ്ങനൊരു പടം എടുക്കണമായിരുന്നെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ എടുക്കണമായിരുന്നു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ അമച്വറിഷ് എഫേർട്ടായിട്ട് തോന്നി. അതുപോലെ തന്നെ മഞ്ജു പിള്ളയും അനശ്വര രാജനും ഷേർ ഖാനും മാത്രമേ എനിക്ക് നാച്ചുറലായിട്ട് തോന്നിയുള്ളൂ. നിങ്ങൾ ചോദിക്കും ഷേർ ഖാൻ ആരാണെന്ന്. അതുണ്ട്. നിവിൻ പോളിയുടെ അഭിനയം എപ്പോഴും ഒരേ കണക്ക് ആണ് എനിക്ക് തോന്നുന്നത്. ഈയിടെയായിട്ട് കഴിഞ്ഞൊരു കുറേ വർഷങ്ങളിൽ പുള്ളിയുടെ സിനിമ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ പടത്തിലും ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിലും അതേ കണക്ക് തന്നെ. നിവിൻ പോളിയുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വെളിയിൽ കാണുന്ന നിവിൻ പോളിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിവിൻ പോളി ഉണ്ടാക്കിയെടുത്തൊരു സിനിമാറ്റിക് പ്രസൻസ് ഉണ്ട്, ഒരു സിനിമാറ്റിക് പെർസോണയുണ്ട്. അതാണ് പുള്ളി എല്ലാ പടത്തിലും കാണിക്കുന്നത്. നമുക്കറിയാൻ പറ്റുന്ന നിവിൻ പോളി തന്നെയാണ്, നിവിൻ പോളിയാണ് നമുക്ക് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. പുള്ളി ഒരിക്കലും ഇതിൽ ഒരു കഥാപാത്രമായിട്ട് മാറുന്നതായിട്ട് തോന്നിയതേ ഇല്ല. ഒരു ഷോട്ടിലൊഴികെ ലാസ്റ്റ് സീൻസ് വരുമ്പോൾ ഞാൻ കഥയിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, സ്പോയിലറായി പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ലാസ്റ്റ് കുറച്ച് സീൻസിൽ, കുറച്ച് ഇമോഷണൽ സീൻസിൽ പുള്ളി നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു ഷോട്ടുണ്ട്, ഒരു നെറ്റിട്ട് ഒരു കഥവ് ഇങ്ങനെ തുറന്നിട്ട് അടയ്ക്കുന്ന ഒരു സീനുണ്ട്, ഒരു ഷോട്ടുണ്ട്. ആ ഒരു സിംഗിൾ ഷോട്ടിൽ, ഒരേ ഒരു ഷോട്ടിൽ മാത്രം എനിക്ക് നിവിൻ പോളി കഥാപാത്രമായിട്ട് മാറാൻ എനിക്ക് തോന്നി. ആൽപ്പറമ്പിൽ ഗോപി, അതാണ് നിവിൻ പോളി കഥാപാത്രം. പ്രത്യേകിച്ച് തൊഴിലില്ലാതെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, വളരെ ഫ്രഷ് തീമൊന്നുമല്ല, ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടക്കുന്നു. അപ്പോൾ ഇതിലെ പാർട്ടീസിനെല്ലാം ഇമാജിനറി പേരുകളാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവും ഇവർ ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണ്, ഏതാണ് റൈറ്റ് വിങ്, ഏതാണ് ലെഫ്റ്റ് വിങ്, ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെ പോകുന്നൊരു കഥയാണ്. രാഷ്ട്രീയത്തിലാണോ വെച്ചാൽ രാഷ്ട്രീയത്തിലല്ല താനും, രാഷ്ട്രീയത്തിൻ്റെ പെരിഫറിയിൽ കറങ്ങി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട് വിടേണ്ടി വരുന്നു, പഞ്ചായത്ത് വിടേണ്ടി വരുന്നു, ഇന്ത്യ വിടേണ്ടി വരുന്നു. പിന്നെ മിഡിൽ ഈസ്റ്റിലേക്ക്, ഗൾഫിലേക്ക് പോകുന്നു. അവിടെ പോയി ഇവിടെ ചെയ്യാത്ത പണിയെല്ലാം ചെയ്യുന്നു. നമ്മൾ ഒരുപാട് ജീവിതാനുഭവങ്ങളിലും ഒരുപാട് സിനിമകളിലും കണ്ട ഒരു തീമാണ്. പ്രത്യേകിച്ച് അറബിക്കത്തിൽ ഇതേ കണക്കൊരു തീമാണ്. ശ്രീനിവാസൻ ഇവിടെ കമ്മ്യൂണിസ്റ്റായിട്ട്, മാർക്സിസ്റ്റായിട്ട് ജീവിച്ച് പിന്നെ വേറെ രീതിയിൽ ഗൾഫിൽ പോയി ജീവിക്കുന്ന ഒരു കഥയാണത്. അതേ കണക്ക് തന്നെ നമുക്ക് തോന്നും ഈ സിനിമയും. അത് മാത്രമല്ല, ഒരു പാട്ടുണ്ട് തുടക്കം. ആ പാട്ട് കാണുമ്പോൾ നമുക്ക് വന്ദനത്തിലെ പാട്ടല്ലേ എന്ന് തോന്നിപ്പോകും. വന്ദനത്തിൽ ഏതെങ്കിലും പാട്ടുണ്ടായിരുന്നല്ലോ എന്ന് തോന്നിപ്പോകും. കോപ്പിയുടെ ഇല്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഓർമ്മ വരും. എനിക്ക് ഓർമ്മ വന്നു, ഇത് വന്ദനത്തിലെ പാട്ട് കണക്ക് കേൾക്കുന്നല്ലോ. കുറച്ച് കഴിയുമ്പം കുറേ കഴിയുമ്പം ഒരു മണിച്ചിത്താഴിൻ്റെ ഒരു BGM പോലെ തോന്നും. അങ്ങനെയൊക്കെ ജേക്സ് ബിജോയുടെയാണ് സംഗീതവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് പറയണം, കാരണം വേറൊരു ലെവലിലേക്ക് പടത്തിന് ഉയർത്തുന്ന ഒരു സൗണ്ട് ട്രാക്കാണ്, ഒറിജിനൽ സൗണ്ട് ട്രാക്കാണ്. അത് ഇത്രയ്ക്ക് വേണമായിരുന്നു ചിലപ്പോൾ തോന്നിപ്പോവും. പക്ഷേ ഒരുപാട് നോർമൽ സീൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കണക്കുള്ള ഒരു മ്യൂസിക് തീം തന്നെയായിരുന്നു പുള്ളി എടുത്തത്. അത് ശ്ലാഘനീയമാണ്, കൊള്ളാം, ഇംപ്രസീവാണ്.
അപ്പം അങ്ങനത്തെ ചില നോർമൽ സീൻസിനെ വളരെ ഇമോഷണൽ ആക്കി മാറ്റാനുള്ള ശക്തി ആ മ്യൂസിക്കിനുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫി സുദീപ് ഇളമൻ്റെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫി ആവശ്യമുള്ള ഒരു സിനിമയല്ലത്. ഒരു നോർമൽ രീതിയിൽ പോകുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതെ, അപ്പം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഷേർഖാനും അനശ്വര രാജനും മഞ്ജു പിള്ളയും മാത്രമാണ് എനിക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ടും നാച്ചുറലായിട്ടും തോന്നിയത്. ഇതിലെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ ആടുജീവിതമാണ്. ഞാൻ എക്സാക്റ്റ് ചെയ്ത് പറയുകയല്ല, നിങ്ങൾ പടം കാണുന്നതിന് മനസ്സിലാവും. ഭയങ്കരമായിട്ട് ആടുജീവിതത്തിന് നോവലുമായിട്ടും സിനിമയുമായിട്ടും ഒക്കെ സാമ്യമുള്ളതാണ്. പലപ്പോഴും എനിക്ക് തന്നെ തോന്നി ഇത് പൃഥ്വിരാജൊക്കെ പറഞ്ഞ കണക്ക് പുള്ളി ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറയുന്നില്ല, ബിഹൈൻഡ് ദ സീൻസ് പറയുമല്ലോ. അപ്പോൾ അതായത് ഇവരെ ഷൂട്ടിങ്ങിനിടയിൽ അവർ മരുഭൂമിയിൽ പോകുന്നതും മരുഭൂമിയിൽ അകപ്പെടുന്നതും കോവിഡ് വരുമ്പോൾ അകപ്പെടുന്നതും അതുമൊക്കെ ഈ സ്റ്റോറിക്കകത്ത് വന്നാണ് എനിക്ക് തോന്നി. ഇതിൽ ഇന്ത്യ ഉണ്ട്, പാകിസ്ഥാനുണ്ട്, ഈ ഹിന്ദു മുസ്ലിം സോളിഡാരിറ്റി ഉണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചസ് ഉണ്ട്. ഇതെല്ലാം ഗൂസ്ബംസ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. പക്ഷെ ഇതൊന്നും ഏറ്റില്ല. തമാശകളൊന്നും എനിക്ക് ഏറ്റില്ല. ഒന്നോ രണ്ടോ മൊമെൻറ്റ്സ് ഉണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുന്ന അങ്ങനെ കുറച്ച് സീൻസ് ഉണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ പ്രത്യേകിച്ച് ഒരു എഫക്റ്റീവ് ഇല്ലാത്തൊരു പടമാണ്. എന്നാൽ ഏകദേശം 2.25 മണിക്കൂറുണ്ട് പടം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വിരസമായിട്ട് തന്നെ പോകുന്നത്, പലപ്പോഴും ഇത് തീരാറായില്ലേ എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു വിരസമായൊരു പടം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഇടയ്ക്ക് രജനീകാന്തിൻ്റെ ഒരു പടം ഇറങ്ങിയായിരുന്നു, ലാൽ സലാം എന്ന് പറഞ്ഞിട്ട്. അതിലും ഇതേപോലെ എനിക്ക് തോന്നി. കാരണം ഈ മതസൗഹാർദ്ദം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യുന്ന കണക്കുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. നമ്മുടെ ഇൻ്റലിജൻറ്റ് ഓഡിയൻസ് ആണല്ലോ, നമുക്ക് കുറച്ചുകൂടെ സട്ടിലായിട്ട് കാണിച്ചാൽ മതി. അപ്പോൾ അത് ഡയറക്റ്റ് കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു തോന്നി. കുറേ എഡിറ്റിംഗ് മിക്സും കുറേ വളരെ മെച്ചുറിഷ് ആയിട്ടുള്ള വിഷ്വൽ എഫക്ട്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇടിച്ചു കയറ്റുന്നുണ്ട്. എന്തിനാണോ എന്തോ ഇടയ്ക്കൊരു പ്രേമത്തിലെ പാട്ട് ഓർപ്പിക്കുന്ന നമുക്കൊരു പാട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു അൽക്കുലത്ത് മിക്സായിട്ട് തോന്നി. അതുകൊണ്ട് എക്സ് ബിജോയുടെ മ്യൂസിക്കിനും ഷേർഖാനും വേണ്ടി 2 stars for this Nivin Pauly film. Thanks for watching. Bye.